TWSS മലമ്പുഴ സെക്ഷന് കീഴിലുള്ള ജലശുദ്ധീകരണശാലയിലേക്കുള്ള റോ വാട്ടർ ഇൻടേക്ക് വാൽവിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഡാമിലെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നതിനെ തുടർന്ന് മൂന്നാം ഘട്ട വാൽവിലൂടെ വെള്ളമെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പാലക്കാട് PH ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജീഷ് കുമാർ അറിയിച്ചു. ഡാമിലെ ജലനിരപ്പിന്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗമായാണ് റോ വാട്ടർ എടുക്കുക. ജലനിരപ്പ് വളരെ താഴ്ന്നാൽ മാത്രമേ മൂന്നാമത്തെ വിഭാഗത്തിൽ നിന്നും വെള്ളമെടുക്കേണ്ടി വരികയുള്ളൂ. അടുത്ത കാലത്തൊന്നും ജലനിരപ്പ് ഇത്രയും കുറഞ്ഞിരുന്നില്ലെന്നും അതിനാൽ മൂന്നാമത്തെ വിഭാഗം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നും ഇക്കൊല്ലം മൂന്നാമത്തെ വിഭാഗം ഉപയോഗിക്കേണ്ടി വന്നപ്പോഴാണ് തകരാർ കണ്ടെത്തിയതെന്നും പാലക്കാട് PH ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജീഷ് കുമാർ പറഞ്ഞു. ഇപ്പം നിലവിലെ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം ഇപ്പം മുടങ്ങിയിരിക്കുകയാണ്. അത് 2 ദിവസം കൊണ്ട് ഡാമിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് ഡൈവേഴ്സ് വന്നു. അവർ ഇറങ്ങി നോക്കിയപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് വെള്ളം കിട്ടുന്ന ഇതിൽ മുകളിൽ നിന്നൊരു ഷീറ്റ് വീണ് ഇത് അടഞ്ഞു പോയി. അതിൻ്റെ ഒരു ചെയിനും ഒക്കെ പൊട്ടിയാണ് കിടക്കുന്നത്. അത് മാറ്റാനുള്ള നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് പൂർത്തിയാക്കി നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വെള്ളത്തിൻ്റെ അളവ് താഴും തോറും നമ്മൾ ഓരോ ഇൻലെറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വെള്ളം ഉള്ള സമയത്ത് ഏറ്റവും ടോപ്പിൽ നിന്നും അത് കുറയുന്നതനുസരിച്ച് രണ്ടാമത്തേന്നും ആ രണ്ടാമത്തെ ലെവലും ഇപ്പം കഴിഞ്ഞാണ്. ഇപ്പം ഏറ്റവും ലാസ്റ്റിലെ ലെവലിൽ നിന്നാണ് ഇപ്പം എടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ നേരത്തെ പറ്റിയതായിരിക്കാം. ഈ രണ്ടാമത്തെ ലെവലിലെ വെള്ളം തീർന്നപ്പോഴത്തേക്ക് മൂന്നാമത്തെ ലെവലിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്, ഇത് അടഞ്ഞതായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ പണി പൂർത്തിയായിട്ട് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചത് വല്ല തടിയോ കമ്പോ ഒക്കെ വന്ന് വീണ് അടവ് വന്നതായിരിക്കാം എന്നുള്ളതാണ്. ഇനിഷ്യൽ ഇത് നോക്കിയപ്പം വലയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അല്ല. അടിയിൽ മുങ്ങൽ വിദഗ്ധർ പോയി നോക്കിയപ്പോൾ മുകളിൽ നിന്നൊരു പ്ലേറ്റ് വീണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ റോപ്പ് പൊട്ടി ലിഡ് അടഞ്ഞു പോയതാണ്. അപ്പോൾ ഇനിയിപ്പം ആ വീണ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ കിടക്കുകയാണ്. അതെടുക്കണം. എടുത്തു കഴിഞ്ഞ് ഈ റോപ്പും ജോയിൻ ചെയ്തിട്ട് നമ്മൾ പഴയതുപോലെ പ്രവർത്തിപ്പിക്കും. ഇപ്പം പ്ലാന്റ് എല്ലാം ഷട്ട് ഡൗണിൽ നിൽക്കുകയാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ മാത്രമാണ് ഇപ്പോൾ ഷട്ട് ഡൗൺ. കാരണം ഇത് പുതുശ്ശേരിയും തുടങ്ങിയ പഞ്ചായത്തുകളിലേക്കുള്ളത് വേറൊരു ഇൻടേക്കാണ്. അത് ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. അത് നടന്നു വരുന്നുണ്ട്. എല്ലാ കാലങ്ങളിലും ഇത് മാർച്ച് പകുതി അല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ മൂന്നാമത്തെ ലെവലിലേക്ക് മാറും. മുൻകാലങ്ങളിലും ഇത് ഇങ്ങനെ അടവ് വന്നിട്ടുണ്ട്. അത് 2023 സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ അടവ് വീണത് 2019 ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അന്ന് നമ്മൾ പണി ചെയ്തതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിത് കണ്ടത്. പാലക്കാട് നഗരസഭ മലമ്പുഴ, പെരിയാരി, മുണ്ടൂർ, പുതുപ്പെരിയാരം, അകത്തേത്തറ പഞ്ചായത്തുകളിലേക്കുള്ള ശുദ്ധജല വിതരണത്തിനുള്ള റോ വാട്ടറാണ് ഇതിൽ നിന്നും എടുക്കുന്നത്. ഇതിനുശേഷം പുതുശ്ശേരി ഭാഗത്തേക്കുള്ള വാൽവിന്റെ പരിശോധനയും നടത്തുമെന്നും ആ വാൽവിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും അടിഞ്ഞുകൂടി വെള്ളം വലിച്ചെടുക്കുന്നതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലമ്പുഴ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഉദ്യോഗസ്ഥരും സജീവമായി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി.